എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, മൾട്ടി തുടങ്ങി ഒരുപാട് സിനിമകൾ ഇന്ന് OTT റിലീസ് ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷറഫുദ്ദീൻ നായകന സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 10 കോടി സിനിമ കളക്ഷൻ നേടി. ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസത്തിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. നാദൃഷിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT. അടുത്തൊരു അപ്ഡേറ്റ് ഡൈസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരുന്ന സിനിമയാണ് ഡൈസ്. പ്രണവ് മോഹൻലാലാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നല്ല കളക്ഷനും ഡൈസ് സിനിമ നേടിയെടുത്തു. കുറെ കാലത്തിന് ശേഷമാണ് ഒരു പ്രണവ് മോഹൻലാൽ സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഹൊറർ മൂവിയാണ് ഡൈസ്. സിനിമ തിയേറ്ററുകളിൽ വർക്കായി. ഇപ്പോഴിതാ ഡൈസ് സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോട് കൂടി ഡൈസ് സിനിമ റിലീസിനെത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് മാസങ്ങൾക്ക് മുന്നെയാണ് ഗെറ്റ് സെറ്റ് ബേബി റിലീസായത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്നതായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കോമഡി ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴിതാ മാസങ്ങൾക്ക് ശേഷം മനോരമ മാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കാൻ പോവുകയാണ് റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ ഇവരാണ് എന്ന് സ്വന്തം പുണ്യാളനിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും പുണ്യാളൻ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്രൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. നിവിൻ പോളിയാണ് രാമചന്ദ്ര ബോസർഗൻ സിനിമയിലെ നായകൻ. 2023 സിനിമ റിലീസായത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അപ്ഡേറ്റ് ജോളി LLB 3 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. അക്ഷയ് കുമാറാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വർഷമായി തങ്കമണി റിലീസാക്കിയിട്ട് ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നീതാ പിള്ള, ദിലീപാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. എന്നിട്ടും തങ്കമണി ഫ്ലോപ്പായി. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോട് കൂടി തങ്കമണി സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി ഹൊറർ മൂവിയായിരുന്നു ജിന്നെ. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സബിൻ ഷാഹിറാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ജിന്നി സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സിൽ നവംബർ മാസം ലാസ്റ്റ് വീക്കോട് കൂടി ജിന്നി സിനിമ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് DN എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് DNA. പക്ഷേ ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ല അഭിപ്രായമാണ് DN സിനിമ നേടിയെടുത്തത്. അസ്കർ, അന്ന റെജി, റായലക്ഷ്മി തുടങ്ങി ഒരുപാട് പേര് DN സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ DN സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.